റിപ്പോർട്ടർ ചാനൽ വന്ന് കുഴലൂത്ത് തുടങ്ങിയതോടെ കൈരളി ടി വിയുടെ ആപ്പീസ് പൂട്ടി. എങ്കിലും ദേശാഭിമാനി എന്നവരുടെ പത്രം കുറച്ചാളുകളെങ്കിലും വായിച്ചിരുന്നു. പക്ഷേ സർക്കാർ മാറിയതോടെ മലക്കം മറിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദേശാഭിമാനി. സർക്കാരിനൊപ്പം തന്നെ യു ടേൺ എടുക്കുന്നതാണ് കുറച്ചു കാലമായി ദേശാഭിമാനിയുടെ പണിയെങ്കിലും ഇപ്പോഴത്തെ സംഭവം ഒരു ഒന്നൊന്നര മലക്കം മറിച്ചിലായിപ്പോയി. അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നത് LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമെന്ന് ഇന്നലെ അവകാശപ്പെട്ട CPM മുഖപത്രം ദേശാഭിമാനി ഇന്ന് ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ ഇത് ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ട പത്രമാണോ എന്നെല്ലാവരും സംശയിച്ചു. വിദേശ നിക്ഷേപമാണ് വിഴിഞ്ഞത്ത് വരുന്നതെന്നും 13,000 കോടി രൂപയുടെ നിക്ഷേപം ഇതിലൂടെ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. എന്നാൽ മുതലാളി സഖാവ് പറഞ്ഞത് വേറെ എന്തോ ആണ്. ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ വാർത്താ വെബ്സൈറ്റിൽ നിന്ന് നീക്കുകയും ചെയ്തു. അദാനി ഗ്രൂപ്പിൻ്റെ ഉപസ്ഥാപനമായ അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികൾ ആഗോള കപ്പൽ ഗതാഗത ഭീമനായ MSC സ്വന്തമാക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ദേശാഭിമാനി അത് LDF നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ട് ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകിയത്. എന്നാൽ അതേ പേന കൊണ്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വാർത്ത തിരുത്തി എഴുതി. കരാർ ലംഘിച്ചാണ് വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റ നീക്കമെന്നും വിൽപ്പന യാഥാർത്ഥ്യമായാൽ തുറമുഖം MSC കമ്പനിയുടെ കുത്തകയായി മാറുമെന്നൊക്കെ ദേശാഭിമാനി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 25% കൂടുതൽ ഓഹരി കൈമാറാൻ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വേണമെന്ന് സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച പിണറായി സംസാരിച്ചതും ഈ റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ നിക്ഷേപം LDF നേട്ടമെന്ന ദേശാഭിമാനി വാർത്തക്കെതിരെ CPMൻ്റെ നേതാവ് തോമസ് ഐസക് തന്നെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ ഓടരുത് എന്നാണ് ഐസക് വിമർശിച്ചത്. ദേശാഭിമാനി തെറ്റിദ്ധരിച്ചു, അവർ തിരുത്തിക്കോളുമെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. അതേപടിയാണ് സംഭവിച്ചത്. കാര്യങ്ങൾ ഒരു കമ്പനിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് മറ്റ് കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞെത്തുന്നതിന് തടസ്സമാകുമെന്നും വിവിധ കമ്പനികളുടെ കപ്പലുകൾ എത്തുന്ന മൾട്ടി ഓപ്പറേറ്റർ സംവിധാനമാണ് സംസ്ഥാനത്തിന് ലാഭകരമെന്നും നിയമസഭയിൽ പിണറായി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കേട്ടു. ഒരു കാരണവശാലും തുറമുഖത്തിൻ്റെ കുത്തകവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കരുത് എന്നാണ് പിണറായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുത്തകാധികാരം വരുന്നതോടെ നാട്ടിലെ കയറ്റുമതിക്കാർക്ക് നിശ്ചിത കമ്പനിയുടെ കണ്ടെയ്നറുകളിലും കപ്പലുകളിലും മാത്രമേ ചരക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നൊരു സാഹചര്യം വരുമെന്നും അവർ നിശ്ചയിക്കുന്ന നിരക്കുകൾ അംഗീകരിക്കാൻ വ്യാപാരികൾ നിർബന്ധിതരാകുമെന്നും ഒക്കെയുള്ള പിണറായി വിജയൻ്റെ സാഹിത്യം എല്ലാവരും കേട്ടു. എന്നാൽ ഒരു കമ്പനിയുടെ കുത്തക വരുന്നത് വരുമാന കണക്കുകളിൽ കൃത്രിമം കാണിക്കാനും സർക്കാരിന് ലഭിക്കേണ്ട വിഹിതം കുറക്കാനും ഇടയാക്കുമെന്നും തുറമുഖം സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിൽ നിലനിന്നാലേ നാടിന് നേട്ടമുണ്ടാകൂ എന്നും അവർ പറയുന്നു. ഇത് കാരണമാണ് നിശ്ചയിച്ചതിനേക്കാൾ ഏറെ മുമ്പേ തന്നെ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ LDF സർക്കാർ മുൻകൈയെടുത്തത് എന്നൊക്കെയാണ് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇന്നലെ സന്തോഷത്തിലായിരുന്ന ദേശാഭിമാനി ഇന്നേക്ക് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വന്തമായി നിലപാടില്ലാതെ ഇങ്ങനെ മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനിക്ക് ഇനി നല്ലൊരു പരസ്യം അദാനിയുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ പിന്നെ അങ്ങോട്ടൊരു മലക്കം മറിയും എന്നുറപ്പാണ്. അത് നമ്മൾ തന്നെ കാണേണ്ടിയും വരും.